നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ജ്യോതിഷം എന്നാൽ എന്താണ്, എന്തിനാണ്? പലർക്കും അറിഞ്ഞുകൂടാ. എല്ലാവരുടെയും ധാരണ ജ്യോതിഷം നോക്കുക എന്നാൽ പൊരുത്തം നോക്കുക, മുഹൂർത്തം കുറിക്കുക. അത് തന്നെ നമുക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ഇപ്പം നമുക്ക് ജ്യോത്സ്യൻ ചേരുമെന്ന് പറഞ്ഞാലും ചേരില്ല എന്ന് പറഞ്ഞാലും നമ്മൾ കല്യാണം കഴിക്കും. അതേപോലെ തന്നെ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൾ ബുക്ക് ചെയ്ത് തന്നിട്ട് നമ്മൾ പറയുന്ന സമയത്തിന് ജ്യോത്സ്യന്മാർ മുഹൂർത്തം കുറിച്ച് തരും. ഇതാണ് നമ്മളുടെ പൊതുവെയുള്ള ധാരണ. പക്ഷെ നിങ്ങളറിയുക, അതെല്ലാം ജ്യോതിഷത്തിൻ്റെ അവസാനത്തെ കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് അവസാനം കറിവേപ്പില താളിച്ചിടുന്ന പോലെയുള്ള ഒരു സംഭവം മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള ജ്യോതിഷം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ തകർന്നടിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ജീവിതം തിരികെ പിടിക്കുന്നതിന് വേണ്ടിയാണ് ജ്യോതിഷത്തെ ഉപയോഗിക്കുന്നത്. പലർക്കും അത് അറിഞ്ഞുകൂടാ. പലരും വിചാരം ജ്യോതിഷം എന്ന് പറയുന്നത് മഹാ തട്ടിപ്പാണ്, ആളുകളെ പറ്റിച്ച് കുറേ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. അപ്പോൾ നമ്മളുടെ പ്രേക്ഷകർ തിരിച്ചറിയുക, അങ്ങനെയുള്ളൊരു സംഭവമല്ല. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ കാര്യങ്ങളിലും വലിയ വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജ്യോതിഷത്തിലും ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് എന്താണ്? നമുക്ക് യഥാർത്ഥത്തിലുള്ള ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മളത് പഠിച്ചെടുക്കണം. പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ജ്യോതിഷം പഠിക്കാനല്ല. കുറച്ച് അറിവുകൾ നമുക്കുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ, ഇപ്പോൾ തീയിൽ ചെന്ന് കൈ മുട്ടിക്കഴിഞ്ഞാൽ കൈ പൊള്ളും എന്നൊക്കെ നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു തരുന്നു. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ചൂടേൽക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ജ്യോതിഷത്തിൻ്റെ ശരി തെറ്റുകൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ഒരു തട്ടിപ്പിലും നമുക്ക് ചെന്ന് ചാടേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് അതിനേക്കുള്ള ഒരു യാത്രയാണ് ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം നിങ്ങൾ സ്ഥിരം കാണുക. നമ്മുടെ പ്രേക്ഷകർ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഏതൊരാൾക്കും ജീവിത പരാജയങ്ങളിൽ പെട്ട് നട്ടം തിരിയുമ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും ജ്യോതിഷ വഴിയിലൂടെ രക്ഷപ്പെടണം. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുവേരമംഗലത്തവൻ്റെ തിരുസന്നിധി 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാലും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക.